കുറച്ച് കറുത്തിട്ടിരിക്കുന്നത് എനിക്കൊന്നും ബട്ടർ കാരണമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നിലവെ കഴുകിയില്ല. മുട്ട കൊള്ളത്തില്ല, എൻ്റെ ദിവസം കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് ആദ്യത്തെ കാര്യം, എൻ്റെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇവൻ്റെ ബാറ്ററിയും കേടായെന്ന് തോന്നുന്നു. ഓൾറെഡി അമ്മയുടെ വണ്ടി അവിടെ ഇരിക്കുന്നു, അത് ഓണാകുന്നില്ല. അതുകൊണ്ട് അമ്മ ബസ്സിലാണ് പോയത്. പിന്നെ ആ ബാറ്ററി കേടായപ്പോൾ ഇവനും കേടായി. കൊള്ളാമല്ല. രാവിലെ ഓണാക്കി നോക്കിയത് അനങ്ങുന്നില്ല. ഞാൻ കാണിച്ചുതരാം എനിക്ക് ഇപ്പോൾ റെഡിയാന്ന് അറിയത്തില്ല. രാവിലെ ഓണാക്കിയപ്പോൾ ഓണായില്ലായിരുന്നു, അനങ്ങുന്ന പോലും ഇല്ല. ഇതെന്ത് പറ്റി? അപ്പോൾ ഇത് സർവീസിന് വേണ്ടി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെ വിളിക്കേണ്ടി വരും. അല്ലാതെ ഓടിച്ചുകൊണ്ടോ വരത്തില്ല. അമ്മയുടെ വണ്ടിക്ക് ആൾക്കാരെ വിളിക്കേണ്ടി വരും, ഓടിച്ചുകൊണ്ടോ വരത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെയർ വന്നിരിക്കുകയാണ്. അച്ഛൻ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചെയർ. അപ്പോൾ ഇതിൻ്റെ കാൽ കാണുമ്പോൾ ഇപ്പോൾ കാലിൻ്റെ കളർ കുറച്ച് വ്യത്യാസമുണ്ട്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. കിറുക്കിനെ കുഴപ്പമുണ്ടോടാ? കിറുക്കി ഒരു കുഴപ്പമില്ല. വേണ്ട. പക്ഷെ ഇത് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് വെച്ചാൽ, ഇത് പൊങ്ങുന്നില്ലേ? ഞാൻ പൊക്കി നോക്കിയിട്ടില്ല ഇതുവരെയായിട്ട്. ചെറുതായിട്ട് വെയിറ്റ് കുറഞ്ഞു കാണും. രണ്ട് കാലിലെയും വണ്ണം കുറഞ്ഞല്ല. പൊങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു പൊങ്ങുമെന്ന്. ഇപ്പോൾ പൊങ്ങുന്നതിലും പൊങ്ങും. ആ പിടുത്തം കുറച്ച് ഇതായതുകൊണ്ട് കുറച്ച് സ്ട്രെങ്ത് ഇടാൻ പറ്റുന്നുണ്ട്. കൈക്കല്ല വേനയുണ്ട്, എന്നാലും പൊങ്ങും. ഒരാഴ്ച. പക്ഷെ ഒരാഴ്ച എനിക്ക് സമയമില്ല, അതാണ് കുഴപ്പം. ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ വീട്ടിൽ തീർക്കണം. എനിക്ക് നഷ്ടമാണോ ആ ദിവസം പോകുന്നതനുസരിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു ബാക്കിയുള്ള ജോലിയിലൊക്കെ നോക്കണം. നമ്മൾ ഇത് പൊങ്ങുന്നൊന്നുമില്ല. ഒടുക്കത്തെ വെയിറ്റ്. എങ്ങനെ പൊങ്ങാനാണെങ്കിൽ വീഡിയോ എടുക്കണം. അല്ല തടി കുറച്ച് മുറിച്ചുകളാന്ന് വിചാരിക്കുക. ഇത് വല്ല മുറിച്ച് കയറണം. ഇതും അല്ല ഇതും, അല്ലെങ്കിൽ ഇത് മാത്രം. പൊങ്ങണ്ടേടാ, പൊങ്ങുന്നില്ല. കൂപ്പ് അല്ലെങ്കിൽ സമയം എടുക്കും. സമയമില്ല. ഗൈസ്, അങ്ങനെ ഞാൻ ജിമ്മിൽ പോവല്ല. ജിമ്മിൽ നിന്ന് പോകുന്നില്ല. ഞാൻ കിടന്നിട്ട് എഴുന്നേക്കുന്നില്ലായിരുന്നു. എന്ത് വരുന്ന അറിയത്തില്ല. കിടന്നിട്ട് എഴുന്നേറ്റില്ല. കടയിൽ പോവാണ്. ഞാനും പറയാൻ ചെല്ലും. അച്ഛൻ്റെ ഒക്കെ പറഞ്ഞാണ് കടയിൽ പോയിട്ട് അമ്മേനെ എന്താണ് കടയടച്ചു കൊടുക്കുക. എനിക്ക് എഴുന്നേക്കാനേ പറ്റില്ല. ഞാൻ ഇപ്പോഴേ എഴുന്നേറ്റത്. അപ്പോൾ ജസ്റ്റ് പോകുന്നതൊക്കെ അച്ഛനെ വഴി വെച്ചപ്പോൾ കണ്ടത്. അമ്മ സാറിന് ഇത്രയും സമയം കൊണ്ട് വരണ്ടയാണ്. അപ്പോൾ അമ്മ ഒട്ടും കട അടച്ചില്ലെന്ന് തോന്നുന്നു. അമ്മ ഓൾമോസ്റ്റ് ഫുൾ കട അടച്ചല്ലേ. അമ്മേനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലേ. ഞാൻ കിടന്നിട്ട് എഴുന്നേറ്റില്ല. ഇപ്പൊ എഴുന്നേറ്റിട്ട് വന്നു. പറന്ന് സൈക്കിളിൽ വന്ന്. വണ്ടിയൊന്നും ഇല്ല. 2 വണ്ടി വെറുതെ വീട്ടിലിരിക്കുവല്ലേ. എല്ലാവരുടെയും വണ്ടി. അച്ഛൻ്റെ വണ്ടി ഉണ്ട്. ബാക്കി 2 വർക്ക് ചെയ്യുന്നില്ല. അച്ഛൻ വന്ന് വീട്ടിൽ കിടക്കുന്ന പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് കടയിലോട്ട് പോവാൻ. ചെല്ലമ്മ അച്ഛൻ്റെ കൂടെ. ഞാനിപ്പോൾ ജിമ്മിലോട്ട് പോവാ. ഇനി പോകുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി പോയില്ലെങ്കിൽ അരമണിക്കൂറേ ഇനി ഉള്ളൂ. പക്ഷെ അരമണിക്കൂറിൽ നമുക്ക് 4 റൗണ്ട് ട്രെയിൻ ചെയ്ത് എനിക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടിയാലല്ലേ. സ്ട്രെങ്ത് കൂട്ടി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ചെയർന്ന് പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ ജന്മത്തെ ആ ചെയർ പൊങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പോകാൻ വിചാരിച്ചു. ഇതിപ്പം ഞാൻ ജിമ്മിൽ നിന്ന് വീട്ടിലെത്തി. ഇന്ന് മേടിച്ച ബീഫ് എന്ന് വെച്ചാൽ കൂതറയായിരുന്നു. അവന്മാർക്ക് എത്ര പറഞ്ഞാലും അവന്മാർ പോത്ത് തരാതെ എരുമ വരും. എരുമയ്ക്ക് വേറൊരു ഊള ടേസ്റ്റാണ് ദൈവമേ. ഞാൻ ഇതുവരെ ഇത്രയും കടക്കാന്ന് കഴിച്ചിട്ടുണ്ട്. കടയിലൊന്നും ഇങ്ങനത്തെ ഒരു ഊള ടേസ്റ്റില്ല. എന്നോട്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ബീഫ് മേടിക്കുന്നു. ഇടക്കിടക്കത്തുള്ള ബീഫിനൊക്കെ ഒടുക്കത്ത ഞാൻ മരിച്ചാണ് ഞാൻ കഴിച്ചത് ഉച്ചയ്ക്ക്. വേഗം കഴിച്ച് ഞാൻ പൈസ കൊടുത്തോണ്ട് കഴിച്ച് തീർത്ത്. ഒട്ടും ടേസ്റ്റ് ചൊവ്വയാ. ഇപ്പം എന്തായാലും ബാക്കി കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അതിനെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ നടക്കില്ല. കുറച്ചങ്ങോട്ട് ബാക്കിയുള്ളൂ. പറ്റുമെങ്കിൽ ഞാൻ പോയി മുട്ട മേടിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ ഞാൻ വല്ല ചെമ്മീൻ കിട്ടുമെന്ന് നോക്കാം. ഇത് 2 മേടിച്ചിട്ട് വന്നാൽ തന്നെ ചിലപ്പോൾ അമ്മ ഉണ്ടാക്കി തരത്തില്ല. മുട്ട തരും, പക്ഷേ ചെമ്മീനൊന്നും നടക്കില്ല. എന്നാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പറയണ്ട നമുക്ക് ഇപ്പോൾ തൽക്കാലം അമ്മയുടെ പോയി മേടിച്ചുകൊണ്ട് വരാം. എടാ പുറത്ത് പോയാൽ നിങ്ങൾ കത്തനെ വന്ന്. എടാ പുറത്ത് പോടാ, തൂറ് നാട്ടിക്കാനാണ്. പുറത്തിറങ്ങി പൊക്കെ എടാ നിന്നിട്ട് കയറി വന്ന് അത് കയറാൻ. എന്നിട്ട് സൈക്കിൾ വലിച്ച് കയറുന്ന നീ ചാട്ടി കയറിക്കണം. ഇറങ്ങി 2 സൈക്കിൾ പറിച്ചിട്ട്. മീനൊന്നും കിട്ടുന്നില്ല. നമുക്ക് മുട്ടേനെ മേടിച്ച് വീട്ടിലോട്ട് പോകാൻ കഴിക്കാം. അപ്പോൾ കഴിച്ച് നമുക്ക് മുട്ട ഉണ്ടാക്കാൻ സമയമായി. ബട്ടറുമായിട്ട് ഞാൻ പ്രൊഫഷണൽ ഷെഫാണ് പറഞ്ഞു തന്നെ. കൈ കൊള്ളുന്നു. കുറച്ച് കറുത്തിട്ടിരിക്കുന്നത് എനിക്കൊന്നും ബട്ടർ കാരണമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നിലവെ കഴുകിയില്ല. മുട്ട കൊള്ളത്തില്ല. എൻ്റെ ദിവസം കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. ഈ മുട്ട ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുക. പൊട്ടിച്ച് എല്ലാം കൊള്ളത്തില്ലായിരുന്നു.
പൈസ തിരിച്ച് മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ കളഞ്ഞതിനെ മേടിച്ചില്ല, ബാക്കിൻ്റെ പൈസ മേടിച്ചു. ഈ ഡയറ്റിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം ആഹാരം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും എനിക്ക് കഴിക്കാനില്ല. ഇനി ചിക്കൻ കഴിക്കേണ്ടി വരും. ചിക്കൻ എനിക്ക് കഴിക്കാൻ താല്പര്യം കൂടുതലാണ്. ഈ ചിക്കൻ കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം മേടിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് വെജിറ്റബിൾ എനിക്ക് ഇഷ്ടമല്ല. നിവർത്തിയില്ല, എന്തെങ്കിലും കഴിച്ചേ വരത്തുള്ളൂ. ഞാൻ കടയിൽ നിന്ന് മേടിക്കും. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 40 മിനിറ്റ് എടുക്കും വരാൻ. എനിക്ക് കുറച്ച് സെർവറിൻ്റെ പണിയുണ്ടാകും, അത് ഞാൻ ചെയ്യട്ടെ. ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അത് കണ്ട് നോക്കിയിട്ട് വല്ല വിശപ്പ് വായിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കഴിക്കട്ടെ. കുറച്ചേറെ എണ്ണ എന്തൊക്കെ ഉണ്ട്. ഇപ്പം എന്ത് ചെയ്യാനാണ്, വേറെ ഒന്നുമില്ല. ഇതൊരു ഫുൾ ചിക്കൻ ഉണ്ട് ഇവിടെ. ഇതെനിക്ക് ഫുള്ളും കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് ഒരു ഫുള്ളും പിന്നെ 2 ഫുള്ളാണ് കഴിക്കും. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ച് കഴിക്കുമ്പോൾ പിന്നെ മടുക്കും. എന്നുവെച്ചാൽ എനിക്ക് ഒരു ടേസ്റ്റ് ഉള്ളവർ പിടിക്കത്തില്ല. എന്തായാലും കേട്ടോ കഴിക്കട്ടെ. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സെർവറിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.